എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സുധാകരൻ മാഷ് തീ കൊണ്ട് കത്തിയമർന്ന മുറിയുടെ ഉള്ളിലൂടെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ മാഷിൻ്റെ കണ്ണിൽ ഒരു ട്രോഫി പെടുന്നു. അത് മറ്റൊന്നുമല്ലായിരുന്നു, വിക്രം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സമ്മാനമായി കിട്ടിയതായിരുന്നു. മാഷ് അന്നേരം പണ്ടത്തെ ഓർമ്മകളിലേക്കൊക്കെ പോകുന്നു. ഈ സമയം തന്നെ വീടിനകത്ത് വേദയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും ശ്രീചേട്ടത്തിയും. അങ്ങോട്ടേക്ക് വരുന്ന നന്ദിനിയെടുത്തി, സൽക്കരിക്ക് ചായയും ഊണും എല്ലാം കൊടുത്ത് സൽക്കരിക്ക്. ഇനി അടുത്ത കത്താൻ പോകുന്നത് ഈ വീടായിരിക്കും. ഇത് കേട്ട് ശ്രീജയെടുത്തി ദേഷ്യത്തോടെ, നീ എന്തൊക്കെയാ നന്ദിനി പറയുന്നത്? അല്ല, ഞാൻ പറയുന്നതാണ് കുറ്റമെന്ന് നന്ദിനി. ഇവൾ ഈ വീട്ടിൽ വന്ന് കയറിയ ശേഷം സ്വൈര്യമെന്ന് പറയുന്നത് നമുക്കുണ്ടായിട്ടുണ്ടോ? അല്ല, ഇവിടിപ്പോൾ സ്വൈരിക്കേടുണ്ടാവുന്നത് ഞാൻ എന്തെങ്കിലും പറയുകയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് നന്ദിനിയെടുത്തിയെന്ന് വേദ ചോദിക്കുന്നു. പിന്നെ അല്ലാതെ നീ വന്നതിന് ശേഷമാണ് അവൻ ഇമാതിരി പോലീസ് കേസിലൊക്കെ ചെന്ന് പെടാൻ തുടങ്ങിയത്. അല്ലാതെ ഇതിനു മുമ്പ് ആരും പകരം ചോദിക്കാനൊന്നും ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടില്ല. അല്ലെങ്കിൽ അമ്മ പറയട്ടെ. ഈ സമയം അങ്ങോട്ടേക്ക് വന്ന വിനായകൻ, ഡി നന്ദിനി, നീ ഒന്നും മിണ്ടാതിരുന്നേ, അച്ഛൻ പുറത്തുണ്ട്, അല്ലെങ്കിൽ തന്നെ ആകെ തകർന്നിരിക്കും അച്ഛൻ. ഇപ്പോൾ നന്ദിനി എങ്ങനെ തകർന്നു പോകാതിരിക്കും വിനയേട്ടാ? ഏത് നിമിഷവും കത്തിപ്പോകും എന്നുള്ള ഭയത്തോടുകൂടി സ്വന്തം വീട്ടിൽ താമസിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിലും ഭേദം ആ ബാങ്കുകാരെ വീടങ്ങ് ജപ്തി ചെയ്യുന്നതായിരുന്നു. അതാവുമ്പോൾ പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങാനുള്ള സാവകാശമെങ്കിലും ലഭിക്കുമായിരുന്നു. വിനായകൻ ഒന്നുകൂടി വിലക്കുന്നുണ്ട് നന്ദിനി. ഡി, നിന്നോട് മിണ്ടായിരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഇത് കേൾക്കുന്ന മാഷ്, അവള് പറഞ്ഞതിൽ തെറ്റില്ലല്ലോ വിനായക. എന്തിലും വലുത് മനുഷ്യന്റെ ജീവനല്ലേ? കേട്ട് നിന്ന വിജയേട്ടൻ, ഇതിപ്പോ മനുഷ്യന്റെ ജീവൻ ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. മറുപടിയായി അച്ഛൻ, അത് ചത്ത മുകളിൽ നിൽക്കുന്ന കാർണവന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ്. നന്ദിനി പറഞ്ഞ ശരിയാ, ഇതുവരെ ഈ വീടിന് നേരെ ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന് പഴിക്കേണ്ടത് ഒന്നും അറിയാത്ത ഈ പാവം കുട്ടിയല്ല, ഈ വീട്ടിൽ തന്നെ നാം വിട്ട പടുമുളയാണ്. ഇത് കേൾക്കുന്ന കമല, എന്തൊക്കെയാ മാഷി പറയുന്നത്? വല്ലവരും വന്ന് രാത്രി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവൻ മുൻകൂട്ടി കണ്ടതാണോ? അതൊക്കെ ഇവ നേരത്തെ അറിഞ്ഞിരിക്കണമായിരുന്നു. മരുന്ന് വ്യാജമാണെന്നൊക്കെ പറഞ്ഞ് ഗോഡവും കത്തിക്കാൻ പോയപ്പോൾ ഇങ്ങനെയൊക്കെ വരുമെന്ന് അറിയണമായിരുന്നു. ഈ വന്നവരല്ലാതെ രാത്രി ഊണും കഴിഞ്ഞ് വെറുതെ വന്ന് തീ കത്തിച്ചതൊന്നുമല്ല. സംശയം ഉണ്ടെങ്കിൽ നീ നിന്റെ മോനോട് തന്നെ ചോദിച്ചു നോക്ക്. സമൂഹത്തിൽ ഇങ്ങനെ പല ആക്രമണവും ഉണ്ടായിന്ന് വരും. അതൊന്നും നിയമം കയ്യിലെടുത്തിട്ടല്ല നേരിടേണ്ടത്. അതെല്ലാം നിയമത്തിൻ്റെ കൂടെ വഴിയിൽ മാത്രമേ ചെയ്യാവൂ. കേൾക്കുന്ന കമല വിക്രമിനോടായി, എന്തൊക്കെയാടാ ഈ കേൾക്കുന്നത്? മറുപടിയായി വിജയനാണ് സംസാരിക്കുന്നത്. അച്ഛൻ പറഞ്ഞത് ശരിയാണമ്മേ. ടൗണിലെ മെഡിക്കൽ ഷോപ്പുകളിലും ആശുപത്രിയിലുമെല്ലാം മരുന്ന് കൊടുക്കുന്ന ഒരു സത്യചന്ദ്രനുണ്ട്. അയാളുടെ ഗോഡൗൺ ഇവൻ കത്തിച്ചു കളഞ്ഞു. അതിന് പകരം ചോദിക്കാനായിരിക്കും അവരിത് ചെയ്തത്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന വിക്രം, എന്തായാലും ഞാൻ കാരണം സംഭവിച്ചതല്ലേ, അതിനുള്ള പരിഹാരം ഞാൻ തന്നെ ചെയ്തോളാം. നാളെ തന്നെ പണിക്കാരെ വിളിച്ച് ആ വീട് ഞാൻ പുതുക്കി പണിതോളാമെന്ന് വിക്രം ഉറപ്പു കൊടുക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മാഷ്, തൊട്ടുപോകരുത് ആ കെട്ടിടത്തിന്റെ പുറത്ത്. വഴിയെ പോകുന്നവർക്കും വന്നു പോകുന്നവർക്കും കാണാൻ പാകത്തിൽ അതങ്ങനെ തന്നെ കിടക്കണം. സുധാകരൻ മാഷിന്റെ മകൻ അയാൾക്ക് നൽകിയ സമ്മാനത്തിന്റെ സ്മാരകമായി വീട്ടുമുറ്റത്ത് അതങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് നീ എനിക്ക് നൽകിയ സ്മാരകമാണിത്. അതെന്റെ മരണം വരെ അങ്ങനെ തന്നെ അവിടെ ഉണ്ടായിരിക്കണം. ഇത്രയും പറഞ്ഞ അച്ഛൻ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു. ഈ സമയം ഉമ്മറത്തേക്ക് വന്നിരിക്കുകയാണ് വേദയും വിക്രമും. എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് വിക്രം. ഈ സമയം വേദ ചോദിക്കുന്നുണ്ട്, ഗോഡൗൺ കത്തിച്ച കാര്യം എന്താ എന്നോട് പറയാഞ്ഞത്? ഗോഡൗൺ ഒന്നും ഞങ്ങൾ കത്തിച്ചിട്ടില്ല. പഴകിയ കുറച്ച് മരുന്നുകൾ കൂട്ടിയിട്ടാണ് കത്തിച്ചത്. തീയതി കഴിഞ്ഞ മരുന്നുകൾ കൊടുത്ത് ജനങ്ങളെ നിത്യരോഗികളാക്കുന്നത് നല്ലതാണെന്നാണോ? അതല്ല, സമ്മതിച്ചു. പക്ഷേ അത്തരക്കാരെ നേരിടാനല്ലേ ഇവിടെ നിയമമുള്ളത്, പോലീസും കോടതിയൊക്കെ ഉള്ളത്. ഇതെല്ലാം ഇവിടെ ഉണ്ടായിട്ടും എന്തെങ്കിലും പ്രത്യേകിച്ച് നടപടി ഇത്രയും നാളായിട്ടുണ്ടോ എന്ന് വിക്രം ചോദിക്കുന്നു. ഇപ്പോൾ വേദ, വ്യാജമരുന്നിന്റെ കാര്യം പറഞ്ഞ് നിങ്ങളെ ഇറക്കി വിട്ടതാരാ? ആ ശ്രീനിവാസനാണോ? ഇവിടെയാ വിക്രം, എന്നെ ആരും ഇളക്കി വിട്ടതൊന്നുമല്ല. ഇതറിഞ്ഞപ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി, അങ്ങനെ ചെയ്തു. ഇത് കേട്ടു നിന്ന വേദ, എന്നിട്ട് തിരിച്ചടി വന്നപ്പോൾ എന്തേ നിങ്ങൾക്ക് മാത്രമായി പോയത്? ശ്രീകാര്യം ശ്രീനിവാസ് താമസിക്കുന്ന മുറിയുടെ നേർക്കോ അല്ലെങ്കിൽ അയാളുടെ ഭാര്യയുടെ മുറിയുടെ നേർക്കോ എന്തേ ആരും പെട്രോൾ ബോംബൊന്നും വലിച്ചെറിയാതെ പോയത്? എന്താ ശരിയല്ലേ? ആരും കൂടെയില്ലായിരുന്ന കാലത്ത് നിങ്ങളുടെ കൂടെ നിന്നു എന്ന പേരിൽ മാത്രം നിങ്ങളെ ഇത്രയും കാലമായിട്ടും ചൂഷണം ചെയ്യുകയാണ് അയാൾ. അത് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് മാത്രം. വേദ, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് തർക്കിക്കാനൊരുങ്ങുന്ന വിക്രത്തിനെ തടയുകയാണ് വേദ. വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾക്കിതൊക്കെ കണ്ടിട്ടും ഒന്നും മനസ്സിലാകില്ലെന്ന് എനിക്കറിയാം. ഇന്ന് ആ മുറിയിൽ കിടന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ പോലും നിങ്ങൾ ആ ശ്രീനിവാസനെ തള്ളിപ്പറയില്ല. ഈ സമയം മുറിയിലാകെ വിഷമിച്ചിരിക്കുന്ന സുധാകരൻ മാഷിൻ്റെ അടുത്തേക്ക് വരികയാണ് കമല. ഇപ്പോൾ മാഷ് കമലയോടായി, എന്ത് വിധിയാ കമല നമ്മളുടേത്? ഇത്രയൊക്കെ നരയിക്കാനായിട്ട് നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? വേദ ആ മുറിയിലുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല. അവൻ വരാൻ അല്പം ഒന്ന് താമസിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അവളുടെ അച്ഛനോടും അമ്മയോടും നമ്മൾ എന്ത് പറയുമായിരുന്നു? ഇതെല്ലാം കേട്ടുവന്ന കമല മറുപടിയായി, അവരാക്രമിച്ചത് വേദയല്ല മാഷേ,
നമ്മളുടെ മകനെ തന്നെയാ അവൻ അവിടെ കിടക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആരോ ആണ് ഇതിൻ്റെ പിന്നിൽ. പക്ഷെ ഇപ്പോൾ തുടരുകയാണ്. എനിക്ക് മടുത്തു കമല. എത്തി നോട്ടീസും കൊണ്ട് അന്നിവിടെ ഒട്ടിക്കാൻ വന്ന ദിവസം ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വീടിൻ്റെ ചായ്പിലോട്ട് മാറാമെന്ന്. അത് ഇപ്പോഴാണെങ്കിലും നമുക്ക് പറ്റും. ഇത്രയും കാലം എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നടന്നില്ലേ? ഇനിയുള്ള കാലം ഒറ്റയ്ക്ക് നടക്കാം നമുക്ക്. ഹോ, ജന്മം കൊടുത്തു പോയില്ലേ? കൺമുമ്പിൽ കിടന്ന് വെന്തു മരിക്കുന്നതെങ്കിലും കാണാതെ ഇരിക്കാമല്ലോ നമുക്ക്. എല്ലാം കേട്ടുകൊണ്ടിരുന്ന കമല കരഞ്ഞുകൊണ്ട്, മതി മാഷേ, ഇനി ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിട്ടും കടുത്തതൊന്നും സംഭവിക്കില്ല എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ അത് പോയി. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. മാഷ് കരഞ്ഞുകൊണ്ട് മനസ്സിന് കട്ടി കൂട്ടി വെക്കാം എന്നല്ലാതെ മറ്റൊന്നും സാധ്യമല്ല. മനസ്സിനെ തയ്യാറാക്കിയിരുന്നോളൂ കമല. ഈ വീട്ടിൽ നമ്മളിനി അധികകാലമില്ല. ഈ സമയം ഫ്രണ്ടിലെ ഹാളിൽ ആകെ ക്ഷീണിതയായിരിക്കുകയാണ് വേദ. അങ്ങോട്ടേക്ക് എത്തുന്ന നന്ദിനി വേദയോടെ ചോദിക്കുന്നു, കാര്യങ്ങൾ ഇത്രയും വരെ കൊണ്ടെത്തിച്ചിട്ട് എന്താ നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നീ വരുന്നതിന് മുമ്പ് എന്ത് സ്വസ്ഥതയോടെ ജീവിച്ചു പോന്നിരുന്ന കുടുംബം ഇതെന്ന് നിനക്കറിയോ? ഇത് കേൾക്കുമ്പോൾ നീ ചോദിക്കും, അപ്പോൾ നീയാണോ സ്വസ്ഥത ഇല്ലാതാക്കിയതെന്ന്? ഒരിക്കലെങ്കിലും നീ സ്വയം അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ നിനക്കത് മനസ്സിലാകും. ഇവിടെയുള്ള ആളുകളെയെല്ലാം കയ്യിലെടുത്ത് നീ പ്രതികാരം ചെയ്യാനായി കണ്ടെത്തിയ വഴി കൊള്ളാം. ഏട്ടത്തി എന്തൊക്കെ ഈ പറയുന്നതെന്ന് വേദ ചോദിക്കുമ്പോൾ മറുപടിയായി നന്ദിനി, നീ മിണ്ടരുത് വേദേ. ലോകത്ത് ഒരു പെണ്ണും ചെയ്യാത്ത കാര്യമാണ് നീ ചെയ്തത്. അവൻ വെറും ഒരു ദേഷ്യത്തിന്റെ പുറത്ത് കിട്ടിയ താലിയിൽ തൂങ്ങി നീ ഇവിടെ വന്നു കയറിയ അന്ന് തന്നെ നീ പറഞ്ഞില്ലേ ഇനിയുള്ള അവന്റെ ജീവിതം നരകമായിരിക്കുമെന്ന്. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ വായിൽ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നല്ലാതെ ഇങ്ങനെയൊന്നും പറഞ്ഞ് നീ ഒഴിയാനായി നോക്കണ്ട. നീ വന്നത് വ്യക്തമായിട്ടുള്ള പ്ലാനോടുകൂടിയാണെന്ന് നന്ദിനി പറയുന്നു. ഈ വീടിനെയും വീട്ടിലുള്ളവരെയും അവസാനിപ്പിക്കണമെന്ന തീരുമാനത്തോടു കൂടിയാണ് നീ വന്നിരിക്കുന്നത്. പാവം പിടിച്ച അമ്മയെ നീ വശത്താക്കി, പിന്നെ ശ്രീജേടത്തി, അച്ഛന്, അവസാനം വിക്രം വരെ നിന്നെ മറുത്ത് പറയത്തില്ലെന്നുള്ള നിലയിലെത്തിച്ചു. ഇങ്ങനെ എല്ലാവരും നിന്റെ വശത്താക്കിയ പിന്നെ നിനക്ക് ഇഷ്ടമുള്ള പോലെ പെരുമാറാലോ. ഇന്ന് നീ വിക്രം കിടന്ന സ്ഥലം കത്തിച്ചു. ഇനി നീ എന്നാ ഈ വീട് കത്തിക്കാൻ പോകുന്നേ? നാടകവും മറ്റും ഇവിടുള്ള ബാക്കിയുള്ളവർ വിശ്വസിച്ചു എന്ന് വരും. പക്ഷേ ഒന്നോർത്തോ, അതിലൊന്നും ഈ നന്ദിനി വീഴില്ല. ഈ കുടുംബത്തിൽ ഇത്രയും കുഴപ്പങ്ങൾ സംഭവിക്കാൻ കാരണം നീ ഒറ്റൊരുത്തിയാണ്. അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റില്ല. ആരൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്താലും ആരൊക്കെ നീ ഒന്നും അറിയാത്ത പാവമാണെന്ന് വാഴ്ത്തിയാലും ഞാനതൊരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ വേദ, നീ നിന്റെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്ക്, നീ വന്ന് കയറുന്നതിന് മുൻപും ശേഷവും ഈ വീട് എങ്ങനെയായിരുന്നുവെന്ന്. ഇത്രയും പറഞ്ഞ നന്ദിനി അവിടെ നിന്ന് മടങ്ങുന്നു. ഈ സമയം മുറിയിൽ ഒരു സമാധാനവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വിജയൻ. ശ്രീജയോടെ ചോദിക്കുന്നുണ്ട്, എല്ലാവരും കിടന്നോ? വിക്രമും വേദയും. വേദ ഹാളിലിരിപ്പുണ്ട്, വിക്രം ഉമ്മറത്തും. തലനാരിരയ്ക്കല്ലേ രക്ഷപ്പെട്ട ശ്രീജ. കേട്ടു നിന്ന ശ്രീജ വിജയനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഹാളിലേക്ക് മാറിയാലോ? ഇവിടെ വേറെ മുറിയില്ലാത്തല്ലേ? അതിനെന്താ, അതൊക്കെ നിന്റെ ഇഷ്ടം. വിശ്വേട്ടന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ശ്രീജ ചോദിക്കുന്നു. എന്ത് ബുദ്ധിമുട്ട്? ഇന്നത്തെ ദിവസം ആ കുട്ടി സ്വസ്ഥമായിട്ട് ഇവിടെ കിടന്നോട്ടെ. വിശ്വേട്ടാ, ഇന്നത്തെ ദിവസത്തിൻ്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ആയിക്കോട്ടെ, കുറച്ച് ദിവസത്തേക്ക് അവരിവിടെ കിടന്നോട്ടെ. അതിനുള്ളിൽ നമുക്ക് അവൻ്റെ ആ കെട്ടിടം ശരിയാക്കിയെടുക്കാം. പക്ഷെ അതിന് അച്ഛൻ സമ്മതിക്കില്ലല്ലോ. ഇത് ഇപ്പോഴത്തെ വിഷമവും ദേഷ്യവും കാരണം അച്ഛൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അതൊക്കെ ശരിയാവും. വിജയടുത്ത് ഇപ്പോൾ വേദയുടെ അടുത്തേക്ക് ചെന്ന്, ഞങ്ങളുടെ മുറി എടുത്തോ, കുറച്ചു നേരം അവിടെ വന്ന് കിടന്നുറങ്ങ്, അല്ലാതെ ഇങ്ങനെ ഇരുന്ന് നേരം വെളുപ്പിക്കാതെ. അതിന് മറുപടിയായി വേദ, വേണ്ട ശ്രീജയെടുത്തി, അടുത്തി പോയി കിടന്നു എന്ന് പറയുന്നുണ്ട്. വിശി പിടിക്കാതെ എഴുന്നേറ്റ് വരാനായി ആവശ്യപ്പെടുകയാണ് ശ്രീജ. മറ്റാരുമല്ലല്ലോ, ഞാനല്ലേ വിളിക്കുന്നത്. ഇത് വാശി കൊണ്ട് പറഞ്ഞതല്ല. എന്തുകൊണ്ടാണെങ്കിലും ഇപ്പോൾ ഞാൻ പറയുന്നത് അനുസരിച്ചേ മതിയാകൂ. അങ്ങനെ വേദയെ കൂട്ടി ശ്രീജ അകത്തേക്ക് പോവുകയാണ്. വിശ്വനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് വിക്രത്തിനോട് അകത്തേക്ക് വരാൻ പറയാൻ. മുറിയിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പായി ശ്രീജ വേദയോടായി പറയുന്നുണ്ട്, വെറുതെ ഓരോന്നാലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ ദേ അപ്പുറത്ത് തന്നെയുണ്ട്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിളിച്ചിരുന്നാൽ മതി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ MLA വാസവൻ വിക്രമിന്റെ കത്തിയെരിഞ്ഞ മുറിയുടെ മുമ്പിലായി വന്ന് നിൽക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് സുധാകരൻ മാഷ്. ഇപ്പോൾ വാസവൻ മാഷിനോടായി ചോദിക്കുന്നു, എന്റെ മാഷേ, എന്താ ഈ സംഭവിച്ചത്? ഇത് എങ്ങനെയാ ഇങ്ങനെ കത്തിക്കരിഞ്ഞു പോയത്? അതും ഏത് മഹാഭാപിയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത്? രാവിലെയാണ് ഞാൻ വിവരം അറിഞ്ഞത്. കാര്യം ഞാൻ കത്തിക്കും ചാമ്പലാക്കും എന്നൊക്കെ പറഞ്ഞു പോയെങ്കിലും സംഭവം നടന്നു എന്ന് കേട്ടപ്പോൾ വിഷമമായിപ്പോയി. മഹാഭാഗ്യം. അല്ല, മാഷും മറ്റുള്ളവരും കിടക്കുന്ന മെയിൻ വീടിനൊന്നും പറ്റിയില്ലല്ലോ. പരിഹസിക്കാൻ വന്നതോ അതോ ഭീഷണി നടപ്പാക്കി എന്ന് പറഞ്ഞ് ആനന്ദിക്കാൻ വന്നതോ? ചേച്ചേ മാഷേ, എന്തായി പറയുന്നേ? ഞാനാണത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ 2 വീടും കൂടെ ചേർന്ന് കത്തിക്കുമായിരുന്നില്ലേ? ഞാനല്ല ഇതിൻ്റെ പിന്നിൽ. എന്നെ കൂടാതെ വേറെ ശത്രുക്കളുണ്ടല്ലോ നിങ്ങളുടെ മകന്. അവനോട് തന്നെ ചോദിച്ചു നോക്ക് ആരായിരിക്കും ചെയ്തതെന്ന്. വാസവ, വേണ്ട. ഇത് ചെയ്തത് നിങ്ങളാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഇപ്പോഴുള്ള ബുദ്ധിയെക്കാട്ടിലും കൂടുതലൊന്നും വേണ്ട. വരൻ മാഷിനെ പരിഹസിച്ചുകൊണ്ട് ഇപ്പോൾ വാസവൻ പറയുന്നുണ്ട്, അയ്യോ മാഷേ,
എനിക്കിപ്പോൾ നിങ്ങളുടെ അവസ്ഥയിൽ ശരിക്കും ദുഃഖമുണ്ട്. കാരണം കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും കരഞ്ഞുപോയി. നിങ്ങളുടെ മരുമകള് ആ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് അടുത്ത നിമിഷം തന്നെ കരച്ചിൽ നിർത്തി ആശ്വസിക്കുകയും ചെയ്തു. അതാണ് സത്യം. ഇത് കേട്ടുകൊണ്ട് വിക്രം ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്.